Greetings from kindergarten at Bethesda in the wonderful and matchless name of our Lord and Savior Jesus Christ. Dear sisters and brothers, ഒരു വർഷം കൂടി നമ്മെ വിട്ട് കടന്നുപോയിരിക്കുന്നു. ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. കാലത്തിനും സമയത്തിനും അധീനനായ മനുഷ്യൻ ഓരോ വർഷം കഴിയുമ്പോഴും ഈ ശരീരത്തിലെ വാസം ഈ ഭൂമിയിൽ അവസാനിക്കുകയാണല്ലോ എന്നറിയുന്നു. കാരണം മനുഷ്യൻ ആത്മാവാകുന്ന മനുഷ്യൻ തൻ്റെ ശരീരത്തിൽ വസിക്കുക മാത്രമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഹി ഓൺലി ഡ്വെൽസ് ഇൻ ഹിസ് ബോഡി. എന്നാൽ കാലാതീതനായ ദൈവത്തെ യേശുക്രിസ്തുവിലൂടെ ഉള്ളത്തിൽ സ്വീകരിച്ചവന് പ്രത്യേകിച്ച് ഒരു പുതുവത്സരമോ ബർത്ത്ഡേയോ ഒന്നും തന്നെ ഇല്ല. അവൻ തന്നെ ഒരു പുതിയ സൃഷ്ടിയാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു, പഴയത് കഴിഞ്ഞുപോയി, അവൻ വീണ്ടും ജനനം പ്രാപിച്ചവനാണ്. ഈ പുതിയ മനുഷ്യനായി ജീവിക്കുന്നവൻ അഥവാ ജീവിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. They are born of God. They hail from God. അവർക്കിനി ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാണ് നടക്കേണ്ടത്. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവർ ഈ ഭൂമിയിൽ വസിക്കുന്നിടത്തോളം അവരുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായി ഭാരപ്പെട്ട് ഞരങ്ങുകയാണ്. ഇത് സാധ്യമാകുന്നത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിലാണ്. ക്രിസ്തുവിലായിട്ടില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് അടിയന്തിരമായി നടക്കേണ്ടതായുണ്ട്. ഈ പുതുവത്സര സന്ദേശം യേശുക്രിസ്തുവിലാകാത്തവർക്കുള്ളതാണ്. അങ്ങനെയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൗതികമായ എല്ലാ സുഖസൗകര്യങ്ങളും ധനവും മറ്റാഡംബരങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും ഒരു സ്വസ്ഥതയോ സമാധാനമോ ഇല്ലാത്തവരായി കാണപ്പെടുന്നു. അവരെ അസ്വസ്ഥതപ്പെടുത്തുന്നത് ഭയമാണ്. അവർക്ക് രാത്രിയിൽ ഉറക്കമില്ല. ഉറക്കം വരാത്തവർക്ക് ഒരു രാത്രിയുടെ ദൈർഘ്യം വളരെ കൂടുതലായി അനുഭവപ്പെടും. സ്വസ്ഥതയും സമാധാനമുള്ളവർക്ക് മാത്രമേ സുഖമായ ഉറക്കം ലഭിക്കുകയുള്ളൂ. ഉറക്കമില്ലാത്തവർ മനസ്സിനെയും ആത്മാവിനെയും ഗൗരവമായി എടുക്കണം. ടേക്ക് കെയർ ഓഫ് യുവർ മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. Peaceful sleep depends on a peaceful spirit. ഉറക്കം വരാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം സ്ട്രെസ്സാണ്, മാനസിക സമ്മർദ്ദം, പിരിമുറുക്കം. മാനസികമോ വൈകാരികമോ ആയ സമ്മർദ്ദം, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ജോലിയിലെ പ്രശ്നങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ഇതെല്ലാം സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ്. അമിത സമ്മർദ്ദത്തിൽ കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകൾ ധാരാളമായി നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് അമിതവണ്ണം ഉണ്ടാക്കുന്നതിനിടയാക്കുന്നു, BP ഉണ്ടാക്കുന്നു, ബ്ലഡ് ഷുഗർ ഉണ്ടാക്കുന്നു, ക്ഷീണം ഉണ്ടാക്കുന്നു, പേശികൾക്ക് ബലക്കുറവുണ്ടാക്കുന്നു, ആകുല ചിന്തകൾ വരുത്തുന്നു, ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിവില്ലാതാക്കുന്നു, ദേഷ്യമുണ്ടാക്കുന്നു, ക്ഷോഭം വരുത്തുന്നു. ഇത് രോഗപ്രതിരോധ സിസ്റ്റത്തെ തന്നെ താറുമാറാക്കുന്നു. അസ്ഥിക്ഷയം ഉണ്ടാക്കുന്നു, ഓസ്റ്റിയോപോറോസിസ്. അസ്ഥികൾ വേഗത്തിൽ ഒടിയുവാനിട വരുത്തുന്നു. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കുന്നു. ഹൃദയമിടിപ്പ് കൂട്ടുന്നു. ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഡയബറ്റിസ് ഉണ്ടാകുന്നത് ഇൻസുലിനുമായി കോർട്ടിസോൾ ഇൻ്റർഫിയർ ചെയ്യുന്നത് കൊണ്ടാണ്. സ്ട്രെസ്സ് ദഹനത്തിന് തകരാറുണ്ടാക്കുന്നു. എങ്ങനെയാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്? സ്ട്രെസ് ഉണ്ടാകുന്നത് മനോവിഷമങ്ങളിൽ നിന്നാണ്, ഭയത്തിൽ നിന്നാണ്, അമിത അധ്വാനത്തിൽ നിന്നാണ്, ദേഷ്യത്തിൽ നിന്നാണ്, കുറ്റബോധത്തിൽ നിന്നാണ്, ദുഃഖത്തിൽ നിന്നാണ്,
ആശയക്കുഴപ്പത്തിൽ നിന്നാണ്. മനസ്സമാധാനം കെടുത്തുന്നതാണിതെല്ലാം. ഉറക്കം അപഹരിക്കുന്ന ഘടകങ്ങളാണിതെല്ലാം. പ്രിയപ്പെട്ടവരായ മക്കളോ മാതാപിതാക്കളോ ജീവിത പങ്കാളികളോ ഒക്കെ നഷ്ടപ്പെടുമ്പോഴുള്ള ആ ദുഃഖം, ഗ്രീഫ്, ഇത് സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ്. ഇപ്പറഞ്ഞതെല്ലാം നമ്മുടെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും അവസ്ഥയാണ്. ദീസ് ആർ മേജർ സ്ലീപ്പ് സ്റ്റീലേഴ്സ്. ഈ പ്രതിസന്ധികളുള്ളപ്പോൾ ഒരുവന് എങ്ങനെയാണ് ഉറങ്ങുവാൻ കഴിയുക? ഒരിക്കലും കഴിയില്ല. സ്വസ്ഥത അനുഭവിക്കണമെങ്കിൽ, സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ ചിലതെല്ലാം മനസ്സിൽ നിന്ന് പുറത്താക്കണം. അതിന് ഉറക്ക ഗുളികകളോ മദ്യമോ ട്രാൻക്ലൈസേഴ്സോ ഒന്നും ഫലം ചെയ്യില്ല. എന്താണ് ഇതൊന്നും ഫലം ചെയ്യാത്തത്? കാരണം പ്രശ്നങ്ങൾ മാനസികമാണ്, പ്രശ്നങ്ങൾ വൈകാരികമാണ്, ആത്മീകമാണ്. അഥവാ ഇങ്ങനെയുള്ള ഉറക്ക ഗുളികകളോ മദ്യമോ ട്രാൻക്ലൈസേഴ്സോ ഒക്കെ ഉപയോഗിച്ച് ഉറങ്ങിയെന്ന് വന്നാലും ഉണരുമ്പോൾ വലിയ ഭാരത്തോടെയും ഉത്സാഹമില്ലാതെയും ക്ഷീണത്തോടെയുമായിരിക്കും ഒരു ദിവസത്തെ അഭിമുഖീകരിക്കുവാൻ കഴിയുക. നിങ്ങളുടെ ആത്മാവ് വ്യാകുലപ്പെട്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഉറക്കം വരില്ല. ഇവിടെ പ്രശ്നം ആത്മീകമാണ്. A spiritual problem requires a spiritual cure. രാത്രിയിൽ നല്ലവണ്ണം ഉറങ്ങണമെങ്കിൽ ആദ്യമേ തന്നെ ദൈവത്തിൽ ഉണരേണ്ടിയിരിക്കുന്നു. ദൈവത്തിൽ വിശ്രമം തേടാൻ ദൈവം തരുന്ന ഒരു സിഗ്നലായിരിക്കാം നിങ്ങളുടെ ഉറക്കമില്ലായ്മ, നിങ്ങളുടെ ഉത്കണ്ഠ, നിങ്ങളുടെ വ്യാകുലങ്ങൾ. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ദാവീദ് എന്താണ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ഹി റോട്ട് സാം 4. ദാവീദ് 4-ാം സങ്കീർത്തനം അങ്ങ് രചിച്ചു. താൻ ഉറക്കമില്ലാത്ത ഒരു രാത്രിയിലേക്കാണോ കയറിയിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ദാവീദിൻ്റെ പ്രാർത്ഥനയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ദാവീദിന് പല വലിയ പ്രശ്നങ്ങളുമുള്ളവനായിരുന്നു. പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ദാവീദ് വളരെ അസ്വസ്ഥനായിരുന്നു. എന്നാൽ തൻ്റെ പ്രാർത്ഥന അവസാനിപ്പിക്കാറായപ്പോഴേക്കും ദാവീദ് പറയുകയാണ്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. നമുക്ക് വായിക്കാം സാം 4. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്നയാക്കി മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നുവെന്നറിവീൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നടുങ്ങുവേൻ, പാപം ചെയ്യാതിരിപ്പേൻ. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പേൻ. നീതിയാഗങ്ങളെ അർപ്പിപ്പേൻ, യഹോവയിൽ ആശ്രയം വെപ്പേൻ. നമുക്ക് ആർ നന്മ കാണിക്കും എന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലുമധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. എങ്ങനെയാണ് ദാവീദ് ഇങ്ങനെയൊരു പോയിന്റിലേക്ക് എത്തപ്പെട്ടത്? ആദ്യം ഈ സങ്കീർത്തനം രചിച്ചപ്പോൾ ആദ്യത്തെ ആ സെൻറ്റൻസിൽ നമുക്ക് കാണാം, അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു. പക്ഷേ 8-ാമത്തെ വേഴ്സ് വന്നപ്പോഴേക്കും പറയുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. എങ്ങനെയാണ് ദാവീദ് ഈ പോയിന്റിലേക്ക് എത്തപ്പെട്ടത്?
നമുക്കെങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്താം? വിശുദ്ധ ബൈബിളിലെ മറ്റ് ചില വചനങ്ങളും ഇതിനായി നമുക്ക് പരിശോധിക്കാം. 46-ാം സങ്കീർത്തനം 10-ാം വാക്യം. അവിടെ കർത്താവ് പറയുന്നു, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 11 verse 28 says, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇങ്ങനെയുള്ള ഒരു സ്വസ്ഥതയും സ്വച്ഛതയുമാണോ നിങ്ങൾക്ക് വേണ്ടത്? ആർ യു കാം ആൻഡ് അറ്റ് പീസ്? അങ്ങനെ അല്ല എങ്കിൽ നിങ്ങളുടെ ആത്മാവ് അസ്വസ്ഥമാണെന്നാണ് അതിനർത്ഥം. പകലെല്ലാം നിങ്ങൾ ഭീതിയിലും ക്ഷീണിതാവസ്ഥയിലുമായിരിക്കും. രാത്രിയിൽ ഇത് നിങ്ങളെ ഉറക്കത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യും. ഉറക്കം നിങ്ങൾക്ക് അകലെയായിരിക്കും. വളരെ ലളിതമായി പറഞ്ഞാൽ, നിങ്ങളുടെ ആത്മീക പ്രശ്നമെന്നത് ദൈവത്തെ നിങ്ങൾ ശ്രദ്ധിക്കാറില്ല, ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കാറില്ല. നിങ്ങൾ പറയും, ഐ ഡോണ്ട് കെയർ വെദർ എ ഗോഡ് എക്സിസ്റ്റ് ഓർ നോട്ട്. ഇതാണ് പ്രശ്നം. നോട്ട് കെയറിങ് അബൌട്ട് ഗോഡ് ഓർ ട്രസ്റ്റിംഗ് ഹിം അറ്റ് ഓൾ. ചിലരുടെ മനോഭാവം ഇതാണ്. ദൈവം ഉണ്ടെന്നുള്ളതോ ഇല്ലെന്നുള്ളതോ ഒന്നും അവർക്ക് വിഷയമേ അല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആ ദൈവം ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ളത് ശ്രദ്ധിക്കുമെന്നും വിചാരിക്കുന്നില്ല. അവർ പറയുന്നു, ഐ ഡോണ്ട് കെയർ ഇഫ് ഹി എക്സിസ്റ്റ്, ആൻഡ് ഇഫ് ഹി ഡസ് ഐ ഡോണ്ട് തിങ്ക് ഹി കെയർസ് ഇഫ് ഐ എക്സിസ്റ്റ്. എന്തൊരു ഭയാനകമായ മാനസിക നിലയാണിത്. ദൈവം നിനക്ക് വിഷയമല്ല എങ്കിൽ, ദൈവം നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നിനക്ക് ബോധമില്ല എങ്കിൽ, യഥാർത്ഥ സമാധാനം നിനക്ക് എങ്ങനെ അനുഭവിക്കുവാൻ കഴിയും? എവിടെ നിന്ന് കിട്ടും? സ്വയമായി എല്ലാം നിനക്ക് ചെയ്യുവാനും ആർജിക്കുവാനും കഴിയുമെന്നാണ് നീ കരുതുന്നതെങ്കിൽ, എന്തുകൊണ്ട് ഉറക്കം അതുകൂടെ നീ ആർജിക്കുന്നില്ല? അതുകൂടെ നിനക്ക് കിട്ടുന്നില്ല? ഇതൊരു വലിയ ചോദ്യമാണ്. നിന്റെ അധ്വാനവും സമ്പാദ്യവുമെല്ലാം വൃഥാവായി പോകുമല്ലോ നിനക്ക് സമാധാനവും സ്വസ്ഥമായ ഉറക്കവും ലഭിക്കുന്നില്ല എങ്കിൽ. ജീവിതകാലം മുഴുവൻ നീ വിശ്രമമില്ലാതെ അധ്വാനിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ 127-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ അതികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. In vain you rise early and stay up late, toiling for food to eat, for God grants sleep to those he loves. ഇവിടെ ദൈവം ഉറക്കം കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. God grants sleep to those he loves. ദൈവം സ്നേഹിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു ബോണസാണ് ഉറക്കം. എല്ലാ നന്മകളും കൊടുത്തതിനും പുറമേ ഉള്ള ഒരു ആനുകൂല്യമാണ് ഉറക്കം. Sleep is a fringe benefit of being loved by God. നിങ്ങൾ ചോദിച്ചേക്കാം, അപ്പോൾ യേശുക്രിസ്തു ഉള്ളവർക്ക് മാത്രമാണോ സുഖമായി ഉറങ്ങുവാൻ കഴിയുക, സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയുക എന്ന്? അല്ല. ദൈവം നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും മഴയും മഞ്ഞും അയക്കുകയും ചെയ്യുന്നവനാണ്. പക്ഷേ അവർക്ക് ലഭിക്കുന്നത്, അവർ സ്വയമായി ആർജിക്കുന്നത്, അത് താൽക്കാലികമായിരിക്കും. ബട്ട് ദാറ്റ്സ് ഓൺലി ടെമ്പററി. കാലം കടന്നു പോകും തോറും അവർ മനസ്സമാധാനമില്ലാത്തവരായി മാറും. യെശയ്യാവ് പറയുന്നു, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. There is no peace for the wicked, says the Lord.
ദൈവത്തെ നിരന്തരം അവഗണിച്ചു കൊണ്ടേയിരുന്നാൽ വളരെ അന്ധകാരം നിറഞ്ഞ, പേടിപ്പെടുത്തുന്ന, മങ്ങിയ ഒരു പോയിന്റിലേക്ക്, നിത്യമായ അസ്വസ്ഥത നിറഞ്ഞ നരകത്തിൻ്റെ ആ അനുഭവത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കും. യു വിൽ എൻഡ് അപ്പ് ദെയർ. ദൈവം ഉണ്ടെന്ന് പോലും മനസ്സിലാക്കാത്തവരും ദൈവം അവരെ കാണുന്നുണ്ട് എന്നറിയാത്തവരും അവസാനം ചെന്നെത്തുന്നിടമാണ് ഈ നരകം. ദൈവത്തിൽ നിന്നുമുള്ള നിത്യമായ അകൽച്ച. എന്തിനാണ് ആ വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? നിത്യമായ രക്ഷയും സമാധാനവും സ്വസ്ഥതയും നൽകുന്ന ആ ദൈവത്തിലേക്കുള്ള വഴി എന്തുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നില്ല? ഇന്നും യേശുക്രിസ്തു നിങ്ങളെ വിളിക്കുന്നു. കം ടു മീ ഓൾ യു ഹു ആർ weary and burdened and I will give you rest. പ്രിയ സഹോദരങ്ങളെ, ഈ ക്ഷണം അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്നാൽ ഇന്ന് ആ ഇൻവിറ്റേഷൻ നമുക്ക് കേൾക്കാം. കാരണം ഇത് കൃപായുഗമാണ്. കർത്താവിൻ്റെ വരവിൽ നാം കാണപ്പെടണമെങ്കിൽ ഈ വിളിയെ നാം ഇന്ന് സ്വീകരിക്കണം. ഇതാണ് സുപ്രസാദകാലം. ഇതാണ് രക്ഷാദിവസം. യെശയ്യാവ് 26-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, ഗോഡ് വിൽ കീപ് ഇൻ പെർഫെക്റ്റ് പീസ് ഹിം ഹൂസ് മൈൻഡ് ഈസ് സ്റ്റെഡ്ഫാസ്റ്റ് ബിക്കോസ് ഹി ട്രസ്റ്റ് ഇൻ ഹിം. അതായത് ദൈവത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കുന്നതിനാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. ജീവനുള്ള ദൈവത്തിലുള്ള ജീവനുള്ള വിശ്വാസമാണ് ഒരുവൻ്റെ ഗുരുതരമായ ആത്മീയ പ്രശ്നങ്ങളുടെ പരിഹാരം. ലിവിങ് ഫെയ്ത്ത് ഇൻ എ ലിവിങ് ഗോഡ്. അവിശ്വാസം എന്ന ഈ പ്രശ്നത്തെ നിങ്ങൾ ആദ്യം കൈകാര്യം ചെയ്യണം. അപ്പോൾ മറ്റു പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾ പ്രാപ്തരാകും. ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം ആദ്യം ഊട്ടിയുറപ്പിക്കുക. അതിനുശേഷം മറ്റു പ്രശ്നങ്ങളിലേക്ക് തിരിയുക. അപ്പോൾ നിങ്ങൾക്ക് പറയുവാൻ കഴിയും, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു എന്ന്. My soul finds rest in God alone. My salvation comes from Him. നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ സ്വീകരിച്ചെന്നാൽ അവൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നതിനാൽ വിശ്വാസത്തിൻ്റെ ഒരു ഫൈറ്റ് നിങ്ങൾക്കിനി ആവശ്യമാണ്. ദ ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്. എങ്ങനെയാണ് നിങ്ങൾ ഈ പോർ പൊരുതേണ്ടത്? പ്രാർത്ഥനയാലും വിശ്വാസത്താലും. 4-ാം സങ്കീർത്തനം നാം നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഇവിടെ 1-ാം വാക്യത്തിൽ ഡേവിഡ് വാസ് ഡിസ്ട്രസ്ഡ് ആൻഡ് ഡെസ്പറേറ്റ്. അപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു, ആൻസർ മീ വെൻ ഐ കോൾ ടു യു ഓ മൈ റൈച്ചസ് ഗോഡ്, ഗിവ് മീ റിലീഫ് ഫ്രം മൈ ഡിസ്ട്രസ്, ബി മേഴ്സിഫുൾ ടു മീ ആൻഡ് ഹിയർ മൈ പ്രെയർ. എന്നാൽ ദൈവത്തിലുള്ള അവൻ്റെ വിശ്വാസം ആ പ്രാർത്ഥന ഇങ്ങനെ അവസാനിപ്പിപ്പാൻ ദാവീദിനിടയാക്കി. എങ്ങനെയാണ് ആ സങ്കീർത്തനം ദാവീദ് അവസാനിപ്പിച്ചത്? ഐ വിൽ ലൈ ഡൗൺ ആൻഡ് സ്ലീപ്പ് ഇൻ പീസ്, ഫോർ യു അലോൺ ഓ ലോർഡ് മേക്ക് മീ ഡ്വെൽ ഇൻ സേഫ്റ്റി. പുതിയ വർഷം എന്താണ് നമുക്ക് വച്ചിരിക്കുന്നതെന്ന് ഈ ആദ്യ ദിവസം നാം അറിയുന്നില്ല. ചിലപ്പോൾ നാം ഏകരായി തീർന്നേക്കാം, ലോൺലി, അലോൺ, റെസ്റ്റ്ലെസ് ആയേക്കാം, അസ്വസ്ഥരായേക്കാം, കൺഫ്യൂസ്ഡ് ആയേക്കാം, അപ്സെറ്റ് ആയേക്കാം. ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിച്ചേക്കാം. കോപവും ക്രോധവും ദേഷ്യവും നിറഞ്ഞവർ ആയേക്കാം. നിങ്ങളെ മറ്റുള്ളവർ ആക്രമിച്ചേക്കാം. ക്രൂരമായ വാക്കുകൾ പറഞ്ഞ് വിഷമിപ്പിച്ചേക്കാം.
ചില തെറ്റുകൾ നിങ്ങൾ ചെയ്തതിനാൽ കുറ്റബോധത്തിൽ നിങ്ങൾ ജീവിച്ചേക്കാം. ചില തെറ്റുകൾ ചെയ്ത് നിങ്ങൾ നാണം കെട്ടവരായി തീർന്നേക്കാം, ലജ്ജിതരായി തീർന്നേക്കാം. വിശ്വാസത്തിൽ തുണയായി ഒരു സഹവിശ്വാസി നിങ്ങൾക്ക് ഇല്ലായിരിക്കാം. നിങ്ങൾ വിശ്വസിക്കുന്നത് യൂസ്ലെസ് ആണെന്ന് മറ്റുള്ളവർ പറഞ്ഞേക്കാം, നിങ്ങൾ തന്നെ പറഞ്ഞേക്കാം. ഈ സന്ദർഭങ്ങളിലെല്ലാം എന്താണ് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ. ഇതാണ് ഫൈറ്റ് ദ ഫയർ ഓഫ് ഫെയ്ത്ത്. പ്രശ്നങ്ങൾ നമ്മുടെ വഴിയിൽ നമുക്ക് നേരെ വരുന്നു എന്നതല്ല ഇവിടുത്തെ വിഷയം. ആ പ്രശ്നങ്ങളെ നമ്മുടെ പ്രശ്നങ്ങളാക്കി നാം ഏറ്റെടുക്കുന്നതാണ് ഇവിടുത്തെ വിഷയം. നാം അങ്ങനെ ഏറ്റെടുക്കുവാൻ പാടില്ല. സോ ഇഫ് യു ഹാവ് ഗോട്ട് എ പ്രോബ്ലം, മേക്ക് ഇറ്റ് ഗോഡ്സ് പ്രോബ്ലം. നിന്റെ സകല ചിന്താകുലവും എൻ്റെ മേലിട്ടുകൊള്ളുവീൻ എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. കാസ്റ്റ് ഓൾ യുവർ ആങ്സൈറ്റി ഓൺ ഹിം ബിക്കോസ് ഹി കെയർസ് ഫോർ യു. 1 Peter 5:7. ബ്രിങ് യുവർ കൺസേൺസ് ടു ഗോഡ്, പ്രേ അബൌട്ട് ദം. ഇതെല്ലാം ദൈവത്തോട് പറഞ്ഞു കഴിയുമ്പോൾ ഒരു വലിയ ഭാരം നമ്മുടെ തോളിൽ നിന്ന് മാറിപ്പോകുന്നതായി നാം അനുഭവിക്കും. ഈ വിഷയങ്ങളെല്ലാം ഇനി മുതൽ ദൈവത്തിൻ്റെ വിഷയങ്ങളായിത്തീരുന്നു. ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി അവിടെ നടക്കുന്നു. നമ്മുടെ യഥാർത്ഥ മനോഭാവം വെളിപ്പെട്ടു വരുന്നു. നമ്മോട് കുറ്റം ചെയ്തവരോടുള്ള നമ്മുടെ കോപമോ അവരെ ഓർക്കുമ്പോഴുള്ള നമ്മുടെ ഭയമോ എല്ലാം. 2-ാം വാക്യത്തിൽ ഇതാണ് ദാവീദിന് അനുഭവപ്പെട്ടത്. ദാവീദ് അവിടെ പറഞ്ഞിരിക്കുന്നു, പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്നയാക്കി മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. പക്ഷേ യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുകയും, ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. തന്നോട് ദ്രോഹം ചെയ്തവരോട് ദാവീദ് പറയുകയാണ്, പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്നയാക്കി മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. ഡേവിഡ് തിങ്സ് ഓഫ് ഓൾ ദ പീപ്പിൾ ഹു ഡോണ്ട് ഷെയർ ഹിസ് ഫെയ്ത്ത് ഇൻ ഗോഡ്. തൻ്റെ മനസ്സിൽ അവരെ പറ്റിയുള്ള ചിന്തകൾ കടന്നു വരുന്നു. പ്രാർത്ഥനയിൽ തുടരുമ്പോൾ നിങ്ങൾ പ്രശ്നങ്ങളിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിൽ ഫോക്കസ് ചെയ്യുവാൻ തുടങ്ങും. മറ്റുള്ളവർക്ക് നേരെ നിങ്ങൾക്ക് ഹൃദയത്തിൽ തോന്നിയതെല്ലാം കൈകാര്യം ചെയ്യുവാൻ അവിടെ ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണം പ്രാർത്ഥനയിൽ. അപ്പോൾ നിങ്ങൾ എന്തെല്ലാമാണോ ചിന്തിച്ചു കൂട്ടിയത് അതെല്ലാം കൈകാര്യം ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ഇവിടെ മറ്റൊരു കാര്യവും തുടർന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. പ്രേയർ ഈസ് ഓൾസോ എ ടൈം ഫോർ ലിസണിങ്. മറ്റുള്ളവരെ പറ്റിയുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ, തോന്നലുകൾ ഇവ ദൈവത്തോട് പറഞ്ഞപ്പോൾ ഇവിടെ 4-5 വാക്യങ്ങളിൽ ദൈവം ദാവീദിനോട് സംസാരിക്കുന്നു. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ, നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ, യഹോവയിൽ ആശ്രയം വെപ്പീൻ. ഗോഡ്സ് വോയിസ് സേസ് ടു ഡേവിഡ് ആൻഡ് ടു ഓൾ ഓഫ് us, നടുങ്ങുവീൻ. In your anger, do not sin. When you are on your beds, search your hearts and be silent. Offer right sacrifices and trust in the Lord. നിങ്ങളും ദാവീദിനെ പോലെ നിങ്ങളെ ഉപദ്രവിച്ചവരെ കുറിച്ച് ഓർത്ത് കോപത്തോടെ കിടക്കയിൽ കിടക്കാറുണ്ടോ? എത്ര സമയം നിങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ട് കിടക്കയിൽ ചിലവഴിക്കുന്നുവോ നിങ്ങളുടെ മനസ്സ് അത്രയും സമയം അവരുടെ മുഖം കണ്ടുകൊണ്ടേയിരിക്കും. അവർ പറഞ്ഞത് നിങ്ങൾ അയവിറക്കിക്കൊണ്ടേയിരിക്കും.
ആ ചിന്തകൾ വന്നും പോയും കൊണ്ടേയിരിക്കും. എന്തെല്ലാമായിരിക്കും നിങ്ങൾ അവരെപ്പറ്റി ചിന്തിക്കുന്നത്? അവരെ നിലയ്ക്ക് നിർത്തുവാൻ ഇങ്ങനെ പറയണമായിരുന്നു, അങ്ങനെ പറയണമായിരുന്നു, ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്നെല്ലാം നിങ്ങൾ അവരെപ്പറ്റി ഓർക്കും. എന്നാൽ ഇവിടെ ദൈവം സംസാരിക്കുന്നു. ദൈവം പറയുകയാണ്, ഇൻ യുവർ ആങ്കർ ഡു നോട്ട് സിൻ, ഡു നോട്ട് ലെറ്റ് ദ സൺ ഗോ ഡൗൺ വൈൽ യു ആർ സ്റ്റിൽ ആംഗ്രി ആൻഡ് ഡു നോട്ട് ഗീവ് ദ ഡെവിൾ എ ഫുട്ഹോൾഡ്. Ephesians chapter 4 verses 26 and 27. കോപമുള്ള ഒരു മനസ്സ് പിശാചിൻ്റെ പണിശാലയാണ്. കോപം പൂണ്ട് കിടക്കുവാൻ പോകുമ്പോഴും കോപത്തോടെ എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ സാത്താന് ഇടം കൊടുക്കുകയാണ്. Sometimes it is okay to get angry, but it is not okay to stay angry. അസ്വസ്ഥമാകുന്ന മനസ്സ് ചിലപ്പോൾ ന്യായീകരിക്കാം, പക്ഷേ അസ്വസ്ഥരായി തുടരുന്നത് പാപമാണ്. അത് അവിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പാപമാണ്. ഇതിനർത്ഥം നിങ്ങളെ അസ്വസ്ഥമാക്കിയ വിഷയങ്ങളെ ദൈവത്തിൻ്റെ വലിപ്പത്തെയും നന്മയേക്കാൾ കൂടുതൽ നിങ്ങളിൽ സ്വാധീനമുണ്ടാക്കുവാൻ നിങ്ങൾ അനുവദിച്ചു എന്നാണ്. ആ സമയമെല്ലാം നിങ്ങൾ ഓർക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഓർക്കേണ്ടത് ദൈവത്തിൻ്റെ ആ വലിപ്പത്തെയും നന്മയെയുമാണ്. അല്ലാതെ നിങ്ങളെ അസ്വസ്ഥമാക്കിയ നിങ്ങളുടെ ശത്രുക്കളുടെ കാര്യങ്ങളൊന്നുമല്ല. നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോലും സാധിക്കാത്തവണ്ണം അവരോടുള്ള നീരസം വയ്ക്കുന്നതിൽ നിങ്ങൾ തിരക്ക് കാണിച്ചു. അതുകൊണ്ടാണ് വേഴ്സ് 4 പറയുന്നത്, മൗനമായിരിപ്പീനെന്ന്. ബി സൈലൻറ്റ് ബിഫോർ ദ ലോർഡ്, ഓഫർ റൈറ്റ് സാക്രിഫൈസസ് ആൻഡ് ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയതിനെല്ലാം ഒരു സ്റ്റോപ്പ് ഇടുക. ഗിവ് ഇറ്റ് എ റെസ്റ്റ്. ഡോണ്ട് ട്രൈ ടു ഫിഗർ ഇറ്റ് ഓൾ ഔട്ട്. എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുക. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ പറയുന്നു. വളരെ ശ്രദ്ധേയമായ വാക്യങ്ങളാണിത്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഈ ആശ്രയമാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അങ്ങനെ നീ നിർഭയനായി വഴിയിൽ നടക്കും, നിന്റെ കാൽ ഇടറുകയുമില്ല. നീ കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടിയുണ്ടാവുകയില്ല. കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖകരമായിരിക്കും. Proverbs 3 verses 23 and 24. 4-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ അവന് സംഭവിച്ചത് ഇതാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ന്യൂ ഇയർ മെസ്സേജിൽ ഞാനത് ചേർത്തിരിക്കുന്നത്. പുറമെ ഒരു മാറ്റവും ദാവീദിന് വന്നതായി നാം കണ്ടില്ല. ബട്ട് സംതിങ് ഹാസ് ചേഞ്ച്ഡ് ഇൻസൈഡ്. ആക്രമിച്ചവരും സംശയത്തോടെ നോക്കിയവരും അസൂയാലുക്കളും എല്ലാം അപ്പോഴും പുറത്തുണ്ട്, ചുറ്റിലുമുണ്ട്. എന്നാൽ ഉള്ളിലെ ദൈവാശ്രയവും വിശ്വാസവുമാണ് ആ മാറ്റം ദാവീദിൽ വരുത്തിയത്. അവൻ്റെ വിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയം. നമുക്ക് ആര് നന്മ കാണിക്കും എന്ന് പലരും പറയും. വേഴ്സ് 6, എന്നാൽ യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. പലരും പലതും പറയും, എന്നാൽ നിന്റെ മുഖപ്രകാശം
എൻ്റെ മേൽ ഉദിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം എനിക്ക് സ്വസ്ഥതയും സമാധാനവുമുണ്ട്. എനിക്കത് മതി. ദാവീദ് തുടർന്ന് പറയുകയാണ്, വേഴ്സ് 7, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ, അതായത് ഭൗതിക നന്മകൾ ഏറി വന്നപ്പോൾ അതിലും വലുതായ നല്ലതായ ഹൃദയസന്തോഷം ദാവീദിന് ലഭിച്ചിരിക്കുന്നു. മറ്റുള്ളവർക്കുള്ള ഏത് വൻ നേട്ടത്തെക്കാളും വലുത് ഇതാണ്. God's joy outweighs any sorrow. So don't be gloomy in this new year. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. I will lie down and sleep in peace, for you alone, O Lord, make me dwell in safety. എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലത്രേ. നിങ്ങൾ ഉറങ്ങാതെ ഉണർന്നിരുന്ന് പ്രശ്നപരിഹാരത്തിനായി മനസ്സ് കലക്കേണ്ട യാതൊരു കാര്യവുമില്ല, യാതൊരു ആവശ്യവുമില്ല. ദാറ്റ് ഈസ് ഗോഡ്സ് ജോബ്. കർത്താവ് നമ്മുടെ പരിപാലകനാണ്. അവൻ ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നുമില്ല. ഉറക്കം വേണ്ടത് നിങ്ങൾക്കാണ്, നമുക്കാണ്. നിങ്ങൾ ഉറങ്ങുന്ന ആ 6-7 മണിക്കൂറുകൾ നിങ്ങളുടെ സഹായമില്ലാതെ, നിങ്ങളെ കൂടാതെ ഈ ലോകം ഭംഗിയായി കൊണ്ടുപോകുവാൻ ദൈവത്തിന് കഴിയുമെന്നറിയുക. 3-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ഈ ദാവീദ് തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ, I lie down and sleep. I wake again because the Lord sustains me. നമ്മെ താങ്ങി നടത്തുന്ന ദൈവം മാത്രമാണ് ആശ്രയിക്കുവാൻ കൊള്ളാവുന്നവൻ. The Lord is in charge and His love is better than life. ദൈവത്തോട് നമുക്ക് പറയാം, ഇന്നയോളം തുണച്ചോനെ ഇനിയും തുണയ്ക്കാം. Have a blessed new year. Oh God, our help in ages past, our hope for years to come, our shelter from the stormy blast, and our eternal home. Under the shadow of thy throne, thy saints are dwelt secure. Sufficient is thine arm alone, and our defense is sure. Before the hills in order's tune, o'er earth received her friend. From everlasting thou art gone, to endless years the same. 1,000 angels in thy sight are like an evening gold. Short as the voice that ends the night before the rising sun. Time like an ever-rolling stream bears all its sons away. They fly forgotten as a dream dies at the opening day. Our God,